പൂച്ചയെ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പലപ്പോഴും നിങ്ങളുടെ വീട്ടിലെ അയൽപക്കത്ത് നിന്നെല്ലാം പൂച്ചകൾ വന്നു പോകാറുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാം ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പൂച്ച കുഞ്ഞുങ്ങളെ എടുത്ത് താലോടിക്കാറുമുണ്ട്. ഇവ എവിടുന്ന് വരുമെന്ന് പോലും കുട്ടികൾ നോക്കാറില്ല. ചിലരുടെ വീട്ടിനകത്താണെങ്കിൽ മനുഷ്യർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സോഫയിലൊക്കെ ഈ പൂച്ചയും കയറി ഇരിക്കുന്നത് കാണാം. പൂച്ച ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. എന്നാൽ പൂച്ചയെ നിർത്തേണ്ട സ്ഥലത്ത് തന്നെ നിർത്താനായിട്ട് നോക്കുക. കാരണം പൂച്ചയുടെ ശരീരത്തിൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് വിളിക്കുന്ന ഒരു പരാത ജീവി അടങ്ങിയിട്ടുണ്ട്. ഇവ മനുഷ്യ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. പൂച്ചയുടെ കാഷ്ടത്തിലും വിസർജ്യത്തിലും എല്ലാം ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാം. മനുഷ്യരുമായി ഇവ കൂടുതലായിട്ട് ഇടപെട്ടാൽ ആരോഗ്യമുള്ളവർക്ക് ഇത് വലിയ പ്രോബ്ലം ചെയ്യത്തില്ല. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഭക്ഷണത്തിലൂടെയോ നമ്മുടെ കൈകളെല്ലാം വായിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അവ എത്തിക്കഴിഞ്ഞിരുന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിൽ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇവ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കാം. തുടക്കത്തിലെ ഇത് ജലദോഷം, തുമ്മൽ, പനി, ദേഹം വേദന, ശരീരത്തിൽ കടലകളോട് കൂടി ചേർന്നിട്ടുള്ള പനി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും ചിലരിൽ ഇത് തലച്ചോറിന് ഗുരുതരമായിട്ടുള്ള കേടുണ്ടാക്കാം. പലപ്പോഴും എൻസിഫലൈറ്റിസ് പോലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ കണ്ണുകളെ ബാധിച്ച് കാഴ്ച പോകുന്നതിന് കാരണമാകാറുണ്ട്. ആന്തരിക അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. രോഗപ്രതിരോധ ശേഷിയുള്ളവരിൽ പലപ്പോഴും ഈ പരാജീവികൾ കയറുന്നത് പോലും അറിയാറില്ല. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഇവയെ പുറന്തള്ളും. എന്നാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന വ്യത്യാസം പലപ്പോഴും നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ, കൊച്ചു കുട്ടികളുടെ സാഹചര്യത്തിലോ, ഗർഭിണികളൊക്കെ ആണെങ്കിലോ, വീട്ടിൽ വളരെ വയസ്സായിട്ടുള്ള പല മറ്റു രോഗങ്ങളൊക്കെ ഉള്ളവർക്കോ ആണെങ്കിലോ ഈ ടോക്സോപ്ലാസ്മ ഉള്ളിൽ പോയി ടോക്സോപ്ലാസ്മോസിസ് എന്ന ഈ രോഗാവസ്ഥ ഉണ്ടാക്കാൻ കാരണമാകും. പലപ്പോഴും പൂച്ചയാണ് ഈ രോഗം പരത്തുന്നതെന്ന് വീട്ടുകാരോട്ട് അറിയാറുമില്ല. അതുകൊണ്ട് കഴിയുന്നത്ര പൂച്ചയെ വളർത്തുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. വീട്ടിനകത്ത് കയറ്റി നിങ്ങളുടെ കൂടെ ബെഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഫയിലോ പൂച്ചയെ കൂടെ ഇരുത്താതിരിക്കുക. വീടിന് പുറത്ത് നിർത്താൻ നോക്കുക. പൂച്ചയെ പരിപാലിക്കുന്നവർ പൂച്ചയെ തടവിയതിനു ശേഷം സോപ്പും വെള്ളത്തിനും കൈകൾ കഴുകുക. പൂച്ചയുടെ കാഷ്ടം നിർബന്ധമായിട്ടും കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം എടുത്തുകൊണ്ട് സുരക്ഷിതമായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ പൂച്ചയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.